ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫലൂദ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ ടൈം എടുത്തിട്ടുള്ളത് 1 കവർ പാലാണ്, 1/2 ലിറ്റർ പാലാണ്. ഇത് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കവർ പാലിൻ്റെ അളവിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ഉപയോഗിക്കാത്തവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 കപ്പോളം വരും കേട്ടോ. പാൽപ്പൊടി കയ്യിൽ ലൂസുള്ളവർ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ അതെ, ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ തിളക്കാൻ വെച്ചിട്ടുള്ള നമ്മളെ പാലില്ലേ, അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ പാൽപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. അപ്പം ഞാനിതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതേ, പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെയും പാൽപ്പൊടിയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട. പെട്ടെന്ന് തന്നെ പാല് തിളച്ച് തൂകിപ്പോകുകയും ചെയ്യും, വറ്റിപ്പോകുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് പാലൂദയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഒരു ഏലക്കയും ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ തൂമിച്ച് എടുത്താൽ നമുക്കൊരു ചൂടോടെ കുടിക്കാനും പറ്റും, തണുപ്പിച്ച് കുടിക്കാനും പറ്റും. അങ്ങനെ പാലൂദ അങ്ങനെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു പാലൂദ മിൽക്ക് ഷേക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് മൈദയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ അളവിലെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കാനും ശ്രദ്ധിക്കണം. ഇത് ഏകദേശം ഒരു 5-6 ആൾക്ക് കുടിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഞാനിതൊരു 2 മണിക്കൂർ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക, നല്ല തണുപ്പ്, അത്രയ്ക്ക് തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ചാലും മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. അതെ, നന്നായിട്ടിത് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തിങ്ങനെ വരുമ്പോൾ തന്നെ കണ്ടോ, കുറച്ചൊക്കെ ഐസ് പിടിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെ, ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. മധുരത്തിന് ആവശ്യമായി ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയുടെ ഇലാഞ്ചിയുടെ നമ്മൾ വെള്ളമൊക്കെ കലക്കുന്ന ആ ഒരു മിക്സില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നമുക്ക് ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് സമയത്ത്, കുഴങ്ങി വരുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു അടിപൊളി ഷേക്കാണ് കേട്ടോ. ഇത് കുടിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് കറുത്ത കസകസും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, മാതളനാരങ്ങയുടെ കുരു, അതായത് പൊമോഗ്രാനൈറ്റും കൂടി ചേർത്തിട്ട് കുറച്ച് പിസ്തയൊന്ന് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പാലൂദ മിൽക്ക് ഷേക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തത്തുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം പിസ്ത കൃഷി ചെയ്തതും അല്പം പോംഗ്രാനൈറ്റിൻ്റെ 2 കുരുവും കൂടി ചേർത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.